പരമേശ സതീ സമേതൻ പാലിപ്പതി ഭുവനമങ്ങിനെയുള്ള മട്ടിൽ ഭൂദേവവര്യ പരമേശ്വരനീ മഹാത്മൻ പാലിച്ചിടുന്നു ഭവനം സതിയോടു ചേർന്ന് 56 സുമനോഹര മത്സരങ്ങളൊന്നിച്ചു താണ്ടി വരിഞ്ഞിഹയെത്തി നിൽക്കൂ ദാമ്പത്യവല്ലരിയിൽ പുത്തുവിടർന്ന പുത്രപുഷ്പങ്ങളൊത്തു ജഗദീശാൽ ആചാര്യരായി മിഴിവോടെ തെളിഞ്ഞു മിന്നും വിജ്ഞാനദീപശിഖയേന്തി നടന്നു മുന്നിൽ അപ്പൊൻ പ്രഭാപടല ചാരുതയേറ്റുവാങ്ങി ധന്യാത്മരായി നിജ ശിഷ്യഗണശതങ്ങൾ ത്യാഗത്തിലൂടെ പരസേവനമെന്ന തത്വമൊന്നേ മനുഷ്യനു മനസ്സുഖമേകയുള്ളൂ എന്നുള്ള ബോധമിടറാതെ മനസ്സിലൂട്ടി തന്നോരു താത പ്രണമിക്കു ഞങ്ങൾ ഉണ്ടാകുമെങ്കിൽ ഇനി മറ്റൊരു മധ്യജന്മമൊന്നും ജനിക്കണമിവർക്കൊരു പുത്രനായി കൂടുമ്പോഴിമ്പമിഴുമായതു തൻ കുടുംബമെന്നൊക്കും ഈ ഭവനമായതിലാകവേണം വാർദ്ധക്യ വിഹ്വലതകൾ കടിമപ്പെടാതെ വാതാലയേശരണാംബുജസേവ ചെയ്ത് സംവത്സരങ്ങളിനിയും തുടരട്ടെ ജന്മസാഫല്യവും സർവ്വവാദിതരായി വരട്ടെ. സന്തോഷപൂർവമായ കാരണം ദീർഘകാലം അനവധി കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് സന്തുഷ്ടമായിട്ടുള്ള ജീവിതമാണ് ദാമ്പത്യ ജീവിതമാണ് 56 വർഷം ദാമ്പത്യ ജീവിതം നയിച്ച് വാഴുക എന്നത് സാമാന്യന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതും സമ്പന്നനും അതീവ വിനീതനുമായ മക്കളുണ്ടാകുന്നത് അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്നിപ്പോൾ സ്വല്പം ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ ബുദ്ധബോധത്തിലുള്ള മക്കളാണുള്ളത്. അതുകൂടാതെ ഇത്രയും സ്നേഹത്തോടും പരമമായ സ്നേഹത്തോടെ മുമ്പിൽ അച്ഛനും അമ്മയ്ക്കും തികഞ്ഞ മക്കളുണ്ടായിരുന്നത് അതീവ സന്തോഷമുണ്ട്. ഞാൻ
മംഗലപ്പള്ളി നാരായണൻ. അപ്പൊ ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. കണ്ണന്റെ ദിവസം ഫോണിൽ വിളിച്ചത് പറഞ്ഞു, ഞാൻ പാച്ചപ്പനെ വിളിച്ചു. നമ്മുടെ എല്ലാവരുടെയും കോമൺ നെയിമാണ് പാച്ചപ്പൻ. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പാച്ചപ്പന്റെ പേരെന്നൊന്നും അറിവുണ്ടാവില്ല. എല്ലാവരും പാച്ചപ്പൻ അറിയാം. അപ്പൊ വിളിച്ചതിന് 84 പറഞ്ഞാലുണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പാച്ചപ്പനൊക്കെ ഞങ്ങൾ അറിയിങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഈ 84 പറഞ്ഞാലെന്ന് കണ്ണൻ പറഞ്ഞപ്പോഴാണ് ഞാനും പാച്ചപ്പനയുടെ വയസ്സിന്റെ വ്യത്യാസം ഞങ്ങൾ നടന്നത്. എനിക്ക് 57 വയസ്സായി, പാച്ചപ്പൻ 84 വയസ്സായി. പക്ഷെ ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പോലും പാച്ചപ്പൻ ഞങ്ങളോട് പെരുമാറാൻ സമപ്രായ പോലെ. എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ മേരടൂര് അമ്മയെ കാണാനായിട്ട് വരും. അപ്പൊ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് പടിഞ്ഞാറെ ആ ഇറയത്ത് പാച്ചപ്പൻ കിടക്കും. എന്താ പറയണ, ഞാൻ എന്റെ തലയില് വെളുത്ത രോമം വേദന എടുക്കാതെ പറക്കണം. അപ്പൊ വെളുത്ത രോമം വേദന എടുക്കാതെ പറിച്ച 5 രോമം പറിച്ച 1 വയസ്സിലാണ്. അവസാനം അപ്പൊ ഞങ്ങളിങ്ങനെ രോമം പറിച്ച് വേദന എടുത്താൽ പൈസ ഇല്ല. ആ വേദന എടുക്കാതെ ഇങ്ങനെ പറിച്ച് വെച്ചിട്ട് ഞങ്ങൾ എണ്ണിക്കൂട്ടും. അപ്പൊ അവസാനം പറയും, നിനക്ക് പൈസയില്ല തരാൻ പോണേ, ഞാനൊരു മോതിര തരാൻ പോണേന്ന് പറയും. എന്നിട്ട് പണ്ടത്തെ കാലണ ഉണ്ടല്ലോ, കാലണ എടുത്ത് കൈവിട്ട് തരും. അത് ഓട്ടക്കാലന. അപ്പൊ അങ്ങനെ പാച്ചപ്പനെ കുറിച്ചുള്ള ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആകെ 2 തവണ വന്നിട്ടുണ്ട്. ഒന്ന് 72-ലേക്കാണ് എന്തോ ഒരു ആവശ്യത്തിന്. അത് കഴിഞ്ഞ് പിന്നെ ഒരാളെ വന്നേക്കുന്നത് എന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ പാച്ചപ്പൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലെ ഒരു വികാരമാണ്. അതെങ്ങനെയാണ് പുറത്ത് പ്രകടിപ്പിക്കാന്ന് പറയാൻ പറ്റില്ല. പാച്ചപ്പന്റെ കുട്ടികളോടും മുതിർന്നവരോടുള്ള പെരുമാറ്റ ശൈലി അത് വളരെ യുണീക്കാണ്. ഒറ്റ കണ്ണന്റെ വാചകം കടമെടുത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാർദ്ധക്യ വീശ്വരതകൾ കടിമപ്പെടാതെ വാതാലയേശ ചരണാംബുജ സേവ ചെയ്ത് സംവത്സരങ്ങൾ ഇനിയും തുടരട്ടെ, ജന്മസാഫല്യവും സുഖവും അർജിതനായി വരട്ടെ. ഇനിയും വളരെ കാലം പാച്ചപ്പൻ എന്ന വികാരം ഞങ്ങൾ ഉണ്ടാവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാച്ചപ്പന്റെ കാലിൽ വീണുകൊണ്ട് ഞാൻ അവതാരിക്കും.